ഓടിക്കോ. എന്റെ മോളെ വെച്ചിട്ടോണേ. ഇത് കരടിയല്ല, മണി കണ്ടതാ. പോയി പിടിക്ക്. അവന്റെ ഒരു കരടിക്കൽ നിർത്തടാ. എടാ എന്റെ കണ്ണുവെട്ടി ചെവളെ കൊണ്ട് പോവാന്ന് കരുതലടാ തെണ്ടി. എടാ ഈ രായപ്പനെ ചോദിച്ചവരെ ജീവിച്ചിരിപ്പില്ലടാ. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, ഈ തെണ്ടി കിട്ടെന്താ രണ്ട് കൊടുക്കത്തെ? ഞാൻ പറഞ്ഞു സമയം ഒത്തു വന്നിട്ടില്ലാന്ന്. ഇപ്പൊ എല്ലാം ഒത്തു വന്നു. തെണ്ടി ഒന്ന് വേഗം പോ, ഒന്ന് വേഗം പോകാൻ. രാജ്മോഹൻ പുറകെ തന്നെ ഉണ്ട്. അടുത്തെത്തി, ഒന്ന് വേഗം പോ മണിയേട്ടാ. വേഗം വേഗം. ഏത് തണ്ടിയാടാ വണ്ടി കൊണ്ടു വട്ടം വെച്ചത്? അപ്പിക്കുട്ടാ നീ എപ്പോ വന്നടാ? ഞാൻ തിരിച്ചു വരികയില്ലാന്ന് നീ കരുതി അല്ലടാ? ഏയ് ഞാൻ നിന്റെ രാജമോനെ കണ്ടു. എന്നെ കണ്ടപ്പോ അവൻ എന്നോട് ചോദിച്ചു അങ്കിളിന് ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന്. ഞാൻ പറഞ്ഞു രാജപ്പൻ എന്നൊരു പരമ തെണ്ടിയാണെന്ന്. നീ ആടാ രാജാവിന്റെ മല്ല വിൻസൻ തോമസാ? നിനക്ക് എല്ലാവരുടെ മുൻപിലും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കള്ളവിസ നിന്നെ ഗൾഫിലേക്ക് അയച്ചത്. അതിന് നീ കാശ് മേടിച്ചില്ല. അവിടെ ചെന്ന് നിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ എല്ലായിടത്തും എനിക്ക് അടി കിട്ടി. തല്ലുകൊണ്ട് ഇഞ്ച പരുവത്തിലായപ്പോഴാണ് നിന്റെ കഥ ഞാൻ അറിഞ്ഞത്. 5 വർഷം മുമ്പ് അറബിയുടെ വീട്ടിൽ വേലക്കാരനായി കയറി പറ്റിയ നീ അറബിയെ പറ്റിച്ച് ലക്ഷങ്ങളുമായി മുങ്ങിയ കഥ. നീ മൂലം ഒരു പാവം പെണ്ണും കൂടി ചതിയിൽപ്പെടാൻ സമ്മതിക്കില്ലടാ. ഞാൻ വിളിച്ചു പറയും ഈ നാട് മൊത്തം നിന്റെ കഥ. ഞാൻ പറയുന്നു നീ ഒരു പുല്ല് പറയണ്ടാ. എനിക്ക് പോണോന്ന് പോകാൻ നിന്നെ വിട്ടിട്ട് വേണ്ട പട്ടി. മാറില്ലടാ. മാറില്ലെങ്കിൽ എന്റെ ദൈവമേ ഏരിയയിൽ ഒടിഞ്ഞ് മണികണ്ഠൻ മേക്കപ്പ് കഴിക്കാൻ നേരെ ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ഇതുവരെ കാണുന്നില്ലല്ലോ. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? ഇനി നിരാശോട്ട് വല്ല ആത്മഹത്യ ചെയ്ത് കാണോ? ലോകത്ത് കാണാത്ത ഒരു രൂപവും കരിഞ്ഞ നാക്കും അത് വെച്ചൊന്ന് പറയാനോ? അയ്യോ, വേട്ടക്കാരനല്ലേ പോയത്? ഈ പോക്ക് മണിയെ പിടിക്കാൻ തന്നെ. ഷുവർ. വാടോ ആർപ്പുവിളി. ആർപ്പുവിളി അല്ല, ആർപ്പൂക്കര. ആ, കരയല്ലേ? വണ്ടി സ്റ്റാർട്ട് ആവുമല്ലോ. ഡീസൽ ഉണ്ടോ? കല്യാണം കഴിച്ച ഇതിലെ മണ്ണെണ്ണ തീർന്നു തോന്നണേ. ഇറങ്ങി കാര്യ മോനിവിടെ സൈഡായി കിടക്കിട്ടാ. വാ എന്തായി? അവന്റെ ബൈക്കായത്. അവൻ ഇവിടെ എവിടെയുണ്ട്. അവന്റെ ബൈക്കുണ്ട്. അവന് ഏരിയയിൽ എവിടെയുണ്ട്.
മണിയേട്ടാ വെടിക്കാരി വരണ്ട് നീ ഏത് കുഴലിനകത്ത് ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. നീ ആൾമാറാട്ടം നടത്തി എന്നെ പറ്റിക്കാന്ന് കരുതിയോ? എവിടാടാ അഞ്ചു? പറടാ. കാൽപ്പാട് കണ്ടില്ലേ കാണുന്നില്ലല്ലോ. എടാ മോനെ മണികണ്ട, എന്തിനാടാ ഈ വേഷം കിട്ടി എന്റെ മോളെ തട്ടിക്കൊണ്ട് പോകുന്നത്? ഇനി എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വാടാ മോനെ വാ. അയ്യോ, മോള് ഇവിടെ നിന്നോ. ആ വേട്ടക്കാരൻ കുറെ നാളെ എന്റെ പുറകെ നടക്കുന്നത്. ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. ഇയാൾക്ക് കൊടുക്കത്തെ ഓട്ടം മാത്രമുള്ള ഇല്ലടോ, ചാട്ടം കൂടി ആവാ ഞാൻ. കരടിയെ കണ്ട് പേടിച്ചോറാണ്ട് തലിക്ക് വെടിവെക്കായിരുന്നല്ലോ. വെടിവെക്കുന്നതിന് മുമ്പെങ്കിലും ഓട്ടം പതിവുള്ളതാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നെ തന്നെ പണ്ടാറടങ്ങാൻ വെക്കണ വെടി. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യൂ. അയ്യോ, അങ്ങനെ നീ അവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ട തെണ്ടി. എന്റെ ദൈവമേ, അവന്റെ ഉന്നങ്ങാനും പിഴച്ചാ നമ്മളെ പരിപാടി. നിർത്ത്. എന്താ ഇവിടെ നിൽക്കുന്നത്? മണികണ്ഠൻ എന്തേ? ഞാനും മണിയേട്ടനെ നോക്കി നിൽക്കുക. എന്നാ വേഗം കാറിലോട്ട് കയറിക്കോ. വിട്ടോ. ആനേനും പേടിക്കാം, ആന പിണ്ടത്തിനും പേടിക്കുന്നു പറഞ്ഞ് എന്ത് ചെയ്യാം? അയ്യോ, ഇങ്ങനെ തെറ്റി ബ്രേക്ക് ഔട്ട് നാളെ തട്ടിപ്പോയനല്ലോ. അയ്യോ, വാസന രക്ഷപ്പെട്ടു. ഇപ്പോഴാ സമാധാനമായത്. സുവാസി എനിക്ക് തരാനുള്ള കാശ് തന്നു. റിമോവർ എന്റെ കയ്യിലുണ്ട്. ഇനി ഇത് അയച്ചു കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. കാറിലോട്ട് നൗന്തുക്കാറ്. മണിയേട്ട ഇവിടെ വണ്ടി വിടരുത്. എനിക്ക് തന്നെ വിശ്വാസമില്ല. നേരെ തന്റെ മേക്കപ്പ് റൂമിലോട്ട് വിട്ടോ. ഇതാരെ കാറിന്റെ ഡോർ തുറന്നിട്ട് പോയത്? ലോക്ക്. വേട്ടക്കാരെ കിട്ടുണ്ടി കരടിയെ പിടിച്ചേ. കരടിയെ ഞാൻ പിടിച്ചേ കാറിനകത്തിട്ട് പൂട്ടി. അവനെ ജീവനോടെ പിടിക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാനത് ചെയ്തേ. കരടിയെ ഞാൻ പിടിച്ചേ. നന്നായി വരട്ടെ. ഇന്നാ മോനെ വീടിന്റെ താക്കോൽ. എല്ലാം മറന്ന് ഐശ്വര്യമായിട്ട് കയറിക്കുള്ളൂ. അങ്ങനെ കരടി കൂട്ടിലുമായി, മണികണ്ഠ വീട്ടിലുമായി, ഞാൻ ഡ്യൂട്ടിയിലുമായി. എന്റെ ഒറ്റ കഴിവുകൊണ്ടാ കേസുകളെല്ലാം ഒതുക്കി തീർത്തത്. ഇനി മേലിൽ ഇത്ര മണ്ടത്തരങ്ങൾ ആവർത്തിക്കരുത്. കരടിയുടെ സ്ഥാനത്ത് വല്ല ഹിപ്പോപ്പൊട്ടാമസ് ആയിരുന്നേ ഇവന്റെ ആപ്പീസ് പൂട്ടിയല്ലേ. കരടിയുടെ വേഷം കെട്ടിയതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എന്തായാലും ഹിപ്പോപ്പൊട്ടാമസിന്റെ വേഷം കെട്ടാൻ പറ്റിയ മുഖം സുഹാസേട്ടന്റെ. ഏ?